സുമ്മ ബഅസ്നാഹും, പിന്നീട് നാം അവരെ ഉയിർത്തെഴുന്നേൽപ്പിച്ചു. ബഅസ എന്ന് പറഞ്ഞാൽ അവരെ പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് ശരിക്കും ബഅസ. ശരിക്കും മരിച്ചു കിടന്നതിന്റെ ശേഷം ജീവിപ്പിക്കുന്നതിനാണ് എന്തു പറയാ? ബഅസ് എന്ന് പറയാ. ഇവിടെയും പ്രയോഗിച്ചത് എന്താണ്? ബഅസ്നാഹും എന്നാണ്. പിന്നീട് നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് വാസ്തവത്തിൽ നമുക്ക് അറിയിച്ചു തരുന്ന കാര്യം എന്താണ്? നമ്മുടെ ഉറക്ക് എന്ന് പറയുന്നത് ഒരു സെമി മരണമാണ്. ഉറക്ക് ഒരു സെമി മരണമാണ്, നമ്മളൊന്നും അറിയുന്നില്ല. ആ ഉറക്കത്തിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതിന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതും നമ്മെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നതുമായ കാര്യമാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഞങ്ങളെ മരിപ്പിച്ചതിൻ്റെ ശേഷം ഞങ്ങളെ ജീവിപ്പിച്ചവനായ അല്ലാഹുവിനത്രേ സർവസ്തുതിയും. ഇത് നമ്മളെപ്പോ പറയണതാ? ആ രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുന്ന വേളയിൽ പറയേണ്ടതാണ്. അപ്പൊ അവിടെ നോക്കൂ, നിങ്ങൾ മരിപ്പിച്ചതിന്റെ ശേഷം എന്നാ പറയണേ. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, ഉറങ്ങിയതല്ലേ. അപ്പൊ ഇവിടെയും നോക്കൂ നിങ്ങൾ, ഇവരിവിടെ ഉറക്കിക്കിടത്തിയിട്ട് അവർ മരിച്ചിട്ടൊന്നുമില്ല. ആ ഉറക്കിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ചു അള്ളാഹ് പ്രയോഗിച്ചത് എന്ത് തന്നെയാണ്? സുമ്മ ബഅസ്നാഹും, പിന്നീട് നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലിനഅലമ, നാം അറിയാൻ. ലിനഅലമ, നാം അറിയാൻ. അലിമ, അറിഞ്ഞു. ലിനഅലമ, നാം അറിയാൻ. അയ്യുൽ ഹിസ്ബൈനി, രണ്ട് കക്ഷികളിൽ ആരാണ്? ഹിസ്ബ് എന്ന് പറഞ്ഞാൽ കക്ഷി. ഹിസ്ബൈനി, രണ്ട് പാർട്ടി, രണ്ട് കക്ഷികളിൽ ഏതാണ് അല്ലെങ്കിൽ ആരാണ്? അഹ്സാ, ഏറ്റവും കൃത്യമായി പറഞ്ഞവർ. അഹ്സാ എന്ന് പറഞ്ഞാല് കൃത്യ കണക്ക് പറഞ്ഞു. അഹ്സാ, കൃത്യ കണക്ക് രേഖപ്പെടുത്തുക, അതിനാണ് എന്താ പറയാ? അഹ്സാ. മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. ക്ലിപ്തപ്പെടുത്തി കണക്കാക്കി എന്നുള്ളതിനാണ് എന്ത് പറയാ? അഹ്സാ. രണ്ട് കൂട്ടരിൽ ആരാണ് കണക്ക് ക്ലിപ്തപ്പെടുത്തിയവർ? എന്തിന്റെ കണക്ക്? ലിമാ ലബിസു, അവർ താമസിച്ചതിന്റെ കണക്ക്. ലിമാ ലബിസു, ലബിസ എന്ന് പറഞ്ഞാല് താമസിച്ചു. ഗുഹയിൽ അവർ താമസിച്ചതിന്റെ കണക്ക്. അമദൻ, എത്ര കാലം. അമദൻ എന്ന് പറഞ്ഞാല് കാലം. എത്ര കാലമാണ് അവർ ഗുഹയിൽ താമസിച്ചത് എന്ന് അവരിൽ രണ്ട് കൂട്ടര് പരസ്പരം രണ്ടഭിപ്രായം പറഞ്ഞു. ഉണർന്നതിന്റെ ശേഷം എത്ര കാലം ഇവിടെ കഴിച്ചു കൂട്ടി എന്ന് അവർക്കിടയിൽ ചർച്ചയായി. അങ്ങനെ ആളുകൾക്കിടയിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ അവിടെ കഴിച്ചു കൂട്ടിയ കാലത്തെക്കുറിച്ച് ചർച്ചകളും തർക്കങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ രണ്ട് കക്ഷിയായി. ഒരു കൂട്ടർ പറഞ്ഞു ഇപ്പൊ ഉറങ്ങിയിട്ടുള്ളൂ, കുറച്ച് സമയമായിട്ടുള്ളൂ. വേറൊരു കൂട്ടർ പറഞ്ഞു നമുക്ക് കണക്കാക്കാൻ പറ്റൂല, അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതിലാര് പറഞ്ഞതാണ് കൂടുതൽ സത്യവുമായി യോജിച്ചത് എന്ന് മനസ്സിലായത് അവരുടെ ഉറക്കത്തിന്റെ ശേഷം തന്നെയാണ്. കാരണം തുടർന്നുകൊണ്ട് അവര് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ആളെ പറഞ്ഞയക്കുന്നതും രാജഭരണം, പണ്ടത്തെ ശിർക്കിന് പ്രേരിപ്പിച്ചിരുന്ന രാജാവൊക്കെ മാറി തൗഹീദിന്റെ രാജാവായി മാറിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ശേഷമാണ് അവരവിടെ താമസിച്ച കാലഘട്ടം കുറച്ചൊന്നും ആയിരുന്നില്ല. ആ രണ്ട് കക്ഷികളിൽ ആരുടെ കണക്കാണ് ശരിയായത് എന്നൊക്കെ വ്യക്തമായത് അവർ ഉണർന്നതിൻ്റെ ശേഷമാണ്. അതിനവരെ നാം ഉണർത്തിയത്. സുമ്മ ബഅസ്നാഹും, പിന്നീട് നാം അവരെ ജീവിപ്പിച്ചു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലിനഅലമ, നാം അറിയാൻ. കാരണം അള്ളാഹ്ക്കത് അറിയാനിട്ടൊന്നുമല്ല. അള്ളാഹ് അറിയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനിവിടെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ മുമ്പേ അറിയാം. പിന്നെ ഇവിടെ നടന്നിട്ട് പിന്നെ പ്രത്യക്ഷത്തിൽ അത് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
അയ്യുൽ ഹിസ്ബൈനി രണ്ട് പാർട്ടികളിൽ ഏതാണ് അഹ്സാ കണക്ക് ശരിയായവർ, എന്തിനെക്കുറിച്ച്? ലിമാ ലബിസൂ അമദ, ഗുഹയിൽ അവർ താമസിച്ച കാലഘട്ടത്തെക്കുറിച്ച്. ഇതാണ് ഇപ്പൊ ഈ 4 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അൽ കഹ്ഫുകാരുടെ സൂചനയെ പറഞ്ഞിട്ടുള്ളൂ. കഹ്ഫിനെ കുറിച്ച് മൊത്തം ചെറിയൊരു വിവരണേ ഇപ്പൊ ഈ 4 ആയത്തുകളിൽ വന്നിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് തുടർന്നുകൊണ്ട് അവരുടെ കഥ നാം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചരിത്രം പറയുന്നത്. ഏതായിരുന്നാലും നമുക്കിതിലുള്ള പാഠം, അവരുടെ ജീവിതത്തിൽ അവർ ആ രാജ്യം വിട്ട് പോകുവാനുണ്ടായ നിമിത്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതവരുടെ തികച്ചും അള്ളാഹുവിന് വേണ്ടിയായിരുന്നു, ആദർശ സംരക്ഷണാർത്ഥമായിരുന്നു. മറ്റൊരു താല്പര്യങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ പാഠം, അവർ ഗുഹയിലേക്ക് കയറി അവർ ദുആ ചെയ്തതാണ്. അവരെവിടെയും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. റബ്ബിൻ്റെ റഹ്മത്തും റബ്ബിൻ്റെ ഭാഗത്ത് നിന്നാണ് എല്ലാ സംരക്ഷണങ്ങളും കിട്ടേണ്ടത് എന്നുള്ളതാണ് അതിലെ മറ്റൊരു കാര്യം. പിന്നീട് അവരെ ഉറക്കിക്കിടത്തിയതിൻ്റെ ഗുണപാഠമാണ്. പിന്നീട് അവർ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുണ്ടായ സംഭവവികാസങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളാണ്. ഇതൊക്കെയാണ് ഈ 4 ആയത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ 4 ആയത്തിൻ്റെ ഒരു തഫ്സീർ എന്ന നിലക്കാണ് ഇനി തുടർന്നുകൊണ്ട് അതിങ്ങനെ വിശദമായി അങ്ങനെ പറയുകയാണ്, ഏതാണ്ട് ഒരു 10-19ഓളം ആയത്തുകളിലൂടെ. അപ്പം അതാണ് ഈ ആയത്തുകൾ, ഈ 4 ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.